ഇന്ന് ലോകത്തിലുള്ള സകല മതപ്രശ്നങ്ങൾക്കും യഥാർത്ഥ മത ഗ്രന്ഥങ്ങൾ പഠിക്കാതെ പോയതാണ്. ഗീത അത്യന്തം ശാസ്ത്രീയമാണ്. ഈ ശാസ്ത്രീയം എന്ന വാക്ക് നിങ്ങൾ ശരിക്കും പഠിക്കണം. ഇന്ന് വളരെ രാഷ്ട്രീയക്കാർ മിസ്യൂസ് ചെയ്യപ്പെട്ടൊരു വാക്കാണ് ശാസ്ത്രം എന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ച് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഏതോ വിദേശ രാജ്യങ്ങളിലെ ചില ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചതാണ് ശാസ്ത്രം എന്നുള്ളത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാവർക്കും ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കാൻ പറ്റുന്നതാണ് ശാസ്ത്രം. പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ശാസ്ത്രം. ദാറ്റ് വിച്ച് ക്യാൻ ബി പ്രൂവ്ഡ്. നമുക്ക് തെളിയിക്കാൻ പറ്റുന്നതാണ് ശാസ്ത്രം. ശാസ്ത്രം ഒരു വിശ്വാസമല്ല. ശാസ്ത്രം നമുക്ക് അന്വേഷിച്ച് പരീക്ഷണം നടത്തി കണ്ടെത്തി തെളിയിക്കാൻ പറ്റുന്ന, അതായത് അനുഭവിച്ച് അറിയാൻ പറ്റുന്ന. ഇവിടെ ഭഗവത്ഗീത ഒരു ശാസ്ത്രമാണ്. ഭാരതത്തിലെ സകല ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഉപനിഷത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശാസ്ത്രം. ഭാഗവതത്തിൽ തന്നെ അനവധി തവണ ശ്രീമദ് ഭാഗവതേ ശാസ്ത്രേ എന്ന് ഭാഗവത്തിൽ അനവധി തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. നിങ്ങൾ ഭാഗവതത്തിന്റെ മാഹാത്മ്യം തുടങ്ങുന്നതിന് എങ്ങനെയാണ്? കാലവ്യാളമുഖഗ്രാസത്രാശ നിർനാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. പ്രഥമ അധ്യായം മാഹാത്മ്യത്തില്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാം ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ എന്ന് കൃഷ്ണൻ തന്നെ പറയുന്ന വരികൾ 11-ാം സ്കന്ധത്തിൽ. അതിനിടയ്ക്ക് അനവധി തവണ. ഇനി ഭഗവത്ഗീതയിലേക്ക് കടന്നാൽ 15-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നത് ഇത് ഗുഹ്യതമം ശാസ്ത്രം. ഇനി 16-ാം അധ്യായത്തിന്റെ ഒടുവിൽ വീണ്ടും പറയുന്നുണ്ട് തസ്മാ ശാസ്ത്രം പ്രമാണന്തേ. ഈ ശാസ്ത്രം എന്ന വാക്ക് ഭാരത മതഗ്രന്ഥങ്ങളിലല്ലാതെ വേറൊരു മതഗ്രന്ഥത്തിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമല്ല. ഒരു മതഗ്രന്ഥത്തിൽ ഞാൻ ഒരുവിധമൊക്കെ പരിശോധിച്ചു നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് ഭാരതത്തിന്റെ മതഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഞാൻ ഭാരതത്തിന്റെ മതഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ഉരുത്തിരിഞ്ഞ, ഇപ്പൊ നിങ്ങൾ സിഖ് മതം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം തന്നെയാണ് സിഖ് മതം, അതിന് സംശയമില്ല. കാരണം നമ്മുടെ ഉപനിഷത്തിൽ പറഞ്ഞ തത്വങ്ങൾക്കപ്പുറത്തൊന്നും ഗുരുനാനാക്കോ ഗുരു ഗോവിന്ദ് സിംഗോ ആരും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഗുരുനാനാക്കിനെ പോലുള്ള മഹാത്മാക്കൾക്ക് ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകളോട് അവരുടെ ജീവിതം സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അങ്ങനെയുള്ളൊരു സമുദായമായിട്ട് സിഖ് സമുദായം മാറി. അത് ഹിന്ദു സമുദായത്തിന്റെ ഉള്ളിലുള്ളതാണ് സിഖ് സമുദായം. ഹിന്ദു സമുദായത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ബുദ്ധ സംസ്കാരം. കാരണം ഇവരൊക്കെ ബുദ്ധനും അതുപോലെ ഗുരുനാനൊക്കെ ഹിന്ദുക്കളായിരുന്നു. അപ്പോ ബുദ്ധൻ പഠിപ്പിക്കുന്ന അഷ്ടാംഗയോഗ അഷ്ടപദ് അതും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഉപനിഷത്തിൽ പറഞ്ഞ സത്യങ്ങളാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അഷ്ടപദ് എന്ന് പറയുന്ന തന്റെ ധർമ്മശാസ്ത്രത്തിലൂടെ ബുദ്ധൻ പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ജൈന ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും അതും ഹിന്ദു സംസ്കൃതിയുടെ മറ്റൊരു കണ്ടിന്യൂഷനാണ്, അല്ലെങ്കിൽ മറ്റൊരു എക്സ്പ്ലനേഷനാണ്. ഇതൊക്കെ ശാസ്ത്രങ്ങളാണ്. എന്നാൽ സെമിറ്റിക് മതങ്ങളൊക്കെ വിശ്വാസങ്ങളാണ്. വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഇവിടെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഹിന്ദു ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ച് ഭഗവത്ഗീത മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഹിന്ദു ഗ്രന്ഥങ്ങളൊന്ന് പ്രചരിപ്പിക്കാൻ സാധിച്ചാൽ ഇവിടെ ഒരു മതപരമായ ചർച്ചകളും ആവശ്യമില്ല. ഇന്ന് ഇത്രമാത്രം മതപരമായ കോലാഹലങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ശരിക്കെന്താണ് മതം എന്നാരും പഠിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടു കർണാടകയിലെ ഹിജാബ് വിവാദം. തലയില് മുസ്ലിം സ്ത്രീകൾ തട്ടമിടണം. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഹിജാബ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ബുർക്കയായിട്ട് മാറി മാത്രം. അതാണ് ഇപ്പൊ ഒരു ഹിജാബ് നമ്മൾ കണ്ടു, കറുത്ത വേഷം കെട്ടിയിട്ട് കുട്ടികൾ. സത്യത്തിൽ മതം എന്ന് പറഞ്ഞാൽ ഉടുക്കുന്ന വസ്ത്രവും അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരവും. നിങ്ങൾ കഴിഞ്ഞ ഒരു വിവാദമായിരുന്നു ഹലാൽ എന്നുള്ളത്. ഊതിയും മന്ത്രമൂതിയും പിന്നെ ഉമിനീരാക്കി തൊപ്പിയും ഒക്കെയാണല്ലോ ഈ ഹലാലിന്റെ പ്രശ്നങ്ങൾ വന്നത്. ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് റിലീജിയൻ? ആദ്യം എന്താ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്? ഇവിടെ എനിക്ക് വളരെ വിഷമകരമായി തോന്നിയത്
കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ആദരവുണ്ടായിരുന്നു. കാരണം സോഷ്യലിസം, മതേതരത്വം, സത്യം പറഞ്ഞാൽ മതേതരത്വം എന്നുള്ള വാക്കിന്റെ പോലും അർത്ഥം ഇന്ന് നമ്മുടെ സമൂഹത്തിന് അറിയില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും സഹിക്കുക എന്നുള്ളതല്ല, എല്ലാ മതത്തിന്റെയും തോന്നിവാസങ്ങൾ സഹിക്കുന്നതല്ല മതേതരത്വം. മത ഇതരത്വമാണ്, മതത്തിനും അതീതമായി പോലാണ്. ഒരു മതസങ്കുചിത്വത്തിൽ മനുഷ്യ മനസ്സിനെ കുരുക്കാതെ മതത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. കമ്മ്യൂണിസം ഇന്നിപ്പോ എന്താ ചെയ്യുന്നത്? ഒരു കാലത്ത് റിലീജിയൻ ഈസ് ദ ഓപ്പിയം ഫോർ ദ മാസ് എന്നൊക്കെ കാറൽ മാർക്സ് പറഞ്ഞ വാക്കുകളെയൊക്കെ മറന്ന് ഇന്നിപ്പം മത ചിന്തകൾക്ക് പിന്നാലെ നടക്കുകയാണ്. അതും ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട്. കഷ്ടം തോന്നുന്നു, ഇത്ര അധപ്പതിച്ചു പോയല്ലോ ഈ രാഷ്ട്രീയങ്ങളൊക്കെ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉടുക്കുന്നതും ഉണ്ണുന്നതും അല്ല മതം. മതം എന്നത് മനസ്സിന്റെ വികാസമാണ്. മനസ്സിനെ ഇവരാരും നോക്കുന്നില്ല. ഞാൻ എന്ത് വസ്ത്രം ധരിച്ചാലും എൻ്റെ മനസ്സ് വളരെ സങ്കുചിതവും വളരെ തീവ്രവും വളരെ ദുഷ്ടത്തരവും നിറഞ്ഞാണെങ്കിൽ എന്തും മതമാണ് ഇവർ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വസ്ത്രത്തോടു കൂടിയിട്ടാണോ? എനിക്കതാണ് ചോദിക്കാനുള്ള. ഇത്തരം കൂട്ടരോട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വസ്ത്രത്തോടു കൂടിയിട്ടാണ്. ദൈവം മനുഷ്യനോട് കൽപ്പിച്ചിട്ടുണ്ടോ നീ ഇന്ന ആഹാരങ്ങളൊക്കെ കഴിക്കണം? പണ്ട് കാലത്ത് മനുഷ്യൻ പ്രാകൃതനായപ്പോ കാട്ടിലെ ഫലമൂലാദികളാണ് കഴിച്ചത്. അപ്പോ ദൈവം പറഞ്ഞിട്ടുണ്ട് ഇന്നത് കഴിക്കരുത്, ഇന്നത് കഴിക്കണം, ഇന്നതേ കഴിക്കാവൂ. ഇതൊക്കെ അന്ധമായി ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചു കയറ്റിയിട്ട് അതിന് കുറെ രാഷ്ട്രീയക്കാര് കൂട്ടുനിന്നുകൊണ്ട് മതത്തെ മുഴുവൻ കഴിക്കുന്നതും ഉടുക്കുന്നതും കഴിക്കുന്നതിൽ തുപ്പുന്നതും ഒക്കെ ഇത് വളരെ അധപ്പതിപ്പിച്ചു. നമ്മുടെ സമൂഹം തിരിച്ചറിയണം, മതം എന്നത് ഉടുക്കുന്നതിലും കഴിക്കുന്നതിലല്ല, മതം എന്നത് ചിന്തിക്കുന്നതിലാണ്. കാരണം ദൈവവുമായി ബന്ധപ്പെട്ടത്, ഇനിയിപ്പോ ദൈവം എന്നുള്ള വാക്ക് ആദ്യം പഠിക്കണ്ടേ? ദൈവം എന്ന വാക്ക് തുടങ്ങുന്നത്, നിങ്ങൾ ഈശ്വരൻ പടച്ചോൻ എന്നൊക്കെ പറയുമ്പോഴല്ലോ, പടയ്ക്കുക, സൃഷ്ടിക്കുക. സൃഷ്ടിക്കണമെങ്കിൽ ബോധം വേണം. ബോധമില്ലാത്തൊരു ശക്തി എങ്ങനെ സൃഷ്ടിക്കുന്നു? പിന്നെ ഐൻസ്റ്റീൻ പോലും പറയുന്നത് there must be an intelligence behind this creation ആണ്. ഇന്റലിജൻസ് ഇല്ലാതെ എങ്ങനെ ഈ പ്രകൃതി ഇത്ര വികസിക്കും? നിങ്ങൾ നോക്കൂ, ഓരോ ചലനത്തിന്റെ പിന്നിലും ചില നിയമങ്ങളുണ്ട്. ഐൻസ്റ്റീൻ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ദ യൂണിവേഴ്സ് ഈസ് ഫോളോയിങ് സർട്ടൻ ലോസ്. നമ്മൾ ഗ്രാവിറ്റി ലോ എന്ന് പറയുന്നു, അതുപോലെ റേഡിയേഷൻ ഒരു ലോ, നിയമമുണ്ട്. എല്ലാറ്റിലും ചില നിയമങ്ങൾ അത് ഫോളോ ചെയ്യുന്നു, അതിന് തോന്നിയതുപോലെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇതെല്ലാം ഒരു നിയമപ്രകാരം നടക്കുന്നെങ്കിൽ നിയമം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇന്റലിജൻസ് ആണ്. വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു ഡു, എത്ര ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ എത്രത്തോളം ചെയ്യണം. നോക്കൂ, നമ്മുടെ ശരീരം തന്നെ ഒരു ഗ്രാജുവൽ പ്രോസസ്സിലല്ലേ അത് വളരുന്നത്. ഒറ്റയടിക്ക് വളർന്നു കഴിഞ്ഞാലോ എല്ലാം കൂടി പൊട്ടിത്തെറിക്കും നമ്മുടെ ശരീരം. അപ്പൊ നമ്മുടെ ശരീരം പതുക്കെ പതുക്കെ വളരണം എന്ന് ആര് നിശ്ചയിച്ചു? കഴിക്കുന്ന ആഹാരം നിശ്ചയിച്ചതാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ദഹനം നടത്തി കഴിഞ്ഞാൽ എന്തെല്ലാം സെഗ്രിഗേഷനാണ് നടക്കുന്നത്? ബ്ലഡ് ആവുന്നു, ഫാറ്റ് ആവുന്നു, ലങ്സ് എന്താ പറയാ, നമ്മുടെ ബോൺ ആകുന്നു, ബോൺ ബാരോ ആവുന്നു, നമ്മുടെ രോമങ്ങളാകുന്നു, സ്കിന്നാകുന്നു. കഴിച്ച ആഹാരം തന്നെയാണ് എല്ലാം ആവുന്നത്. പക്ഷെ എന്താവണം, എത്രയാവണം, എങ്ങനെയാവണം എന്ന് ഒരു നിയമം അതനുസരിക്കുമ്പോൾ ആ നിയമം എന്നത് ഒരു ഇന്റലിജൻസ് ആണ്. ഇന്റലിജൻസ് ഇല്ലാതെ നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ദൈവം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നാം തിരിച്ചറിയണം, പ്രജ്ഞ, ബോധം, ഈ വാക്കുകൾ വിട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനുഷ്യ മനസ്സിലും ബോധമുണ്ട്. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ മനസ്സിൽ ബോധമില്ല എന്ന്? ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്ന ബോധത്തോടു കൂടിയിട്ടാണ്. ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ പറയുമ്പോൾ ബോധമുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം വേണ്ടേ? നമ്മുടെ ബോധം, സൃഷ്ടിക്കുന്ന സൃഷ്ടാവിന്റെ ബോധം, ഇതെന്താണ് വാസ്തവത്തിൽ? ഈ ബോധങ്ങൾ തമ്മിൽ എന്താണ്, എവിടെയാണ് ആ ബോധം? നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബോധം രണ്ടില്ല, ഒരു ബോധമേ ഉള്ളൂ, ഒരു എനർജിയേ ഉള്ളൂ. പക്ഷെ ആ എനർജിയുടെ തലത്തിൽ കാണുമ്പോഴാണ് നമുക്ക് ഇടമുറിയാതെ നിൽക്കുന്ന എനർജിയെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ ശരീരത്തെ മാത്രം കാണുന്നുണ്ട്, നമുക്ക് തോന്നുന്നു ഒരാളുടെ ബോധം മറ്റൊരാളുടെ ബോധത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾ നോക്കൂ, ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് ബോധമുണ്ട്, വേറൊരാളും ഞാനെന്ന് പറയുമ്പോൾ ബോധമുണ്ട്. എല്ലാവരുടെ ബോധവും ഒരു ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മുടെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിന് ചുറ്റും ആ വായുമണ്ഡലമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ചൂട് നമ്മുടെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? ചുറ്റും ചൂടിന്റെ മണ്ഡലമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ജലം, നമുക്ക് വേർക്കുന്നു, ജലം പൊടിയുന്നു,
നമ്മുടെ ശരീരത്തിൽ. പിന്നെ നമ്മുടെ ശരീരത്തിൽ അല്ലാതെ തന്നെ രക്തമായിട്ടും മറ്റും ജലമുണ്ടല്ലോ. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ ചുറ്റും മോയ്സ്ചറാണ്, നിങ്ങളുടെ ചുറ്റും വലിയ പ്രളയ കടലാണ്. പക്ഷെ സൂക്ഷ്മമായ വെള്ളത്തുള്ളികളെ നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റൂമൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വെള്ളത്തുള്ളികൾ ചുമരിന്റെ മുകളിൽ. ഈ തരത്തിൽ അന്തരീക്ഷം മുഴുവൻ ജലമാണ്. നമ്മൾ കാണുന്ന കടൽ താഴെയാണ്, കാണാത്തൊരു കടലുണ്ട് അന്തരീക്ഷത്തിൽ, അങ്ങനെ കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാം വ്യാപ്തമാണെങ്കിൽ ബോധവും വ്യാപ്തമാകുമോ? അത് നമുക്ക് കണ്ടെത്തണമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ബോധത്തിൽ നിന്നും വിട്ടുകൊണ്ട് മനുഷ്യർക്ക് നിലനിൽക്കാൻ പറ്റുമോ? അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് ശുദ്ധ ബോധമാണ്, നിത്യശുദ്ധ ബുദ്ധ മുക്ത ബോധമാണെങ്കിൽ ആ ഈശ്വര ശക്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുക. അപ്പൊ നമ്മളിപ്പോ ബോധമല്ലേ, നമുക്ക് ബോധമുണ്ടെങ്കിലും നാം കേവലം ലൗകിക വികാര ചിന്തകളിൽ പരിമിതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ദുഃഖികളായിട്ടും, അതുകൊണ്ടാണ് മനസ്സസ്വസ്ഥവും വിഷമവും വിഷാദവും ഒക്കെ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ ഇവിടെ തന്നെ നമുക്ക് ധൈര്യത്തിലും ശക്തിയിലും സന്തോഷത്തിലും സംതൃപ്തിയിലും ജീവിക്കാം. അപ്പൊ അതുകൊണ്ട് നാം ജീവിതത്തെ മനസ്സിലാക്കേണ്ടത്, ജീവിതം എന്ന് പറയുന്നത് മനസ്സിലാണ്. ആ മനസ്സിനെ വികസിപ്പിക്കാനാണ് മതം. ഇത്രയെങ്കിലും നമ്മൾ പിടിച്ചു വെച്ചാൽ നല്ലതാണ്. മനസ്സിനെ വികസിപ്പിക്കാത്തത് മതമല്ല. അതിനെ മതം എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടില്ല. അത് വെറും അന്ധമായ വിശ്വാസങ്ങളും ആചരണങ്ങളുമാണ്. കാരണം അത് ഉടുക്കേണ്ടതും കഴിക്കണം അതൊക്കെ ദേഹത്തിനാണ്. ഈ ദേഹം ഇവിടെ ഇട്ടിട്ട് പോകണം. ഈ ദേഹം ഒരു ദിവസം മണ്ണിലേക്ക് പോകണം. അതിന്റെ മുകളിൽ നിങ്ങൾ എന്തുടുത്താലും എന്തുടുത്തില്ലെങ്കിലും, ഋഷിവര്യന്മാരൊക്കെ വെറും കോണകമെടുത്ത് ലെങ്കോട്ടി എടുത്ത് നടന്നവരാണ്. ഇന്നും നിങ്ങൾക്ക് കാണാം നാഗസന്യാസിമാരൊക്കെ ഹരിദ്വാറിൽ ഒരു തുണി പോലും ഉടുക്കാത്തവര്. കാരണം അവർക്ക് തുണി ഉടുക്കാനില്ലാത്തതുകൊണ്ടല്ല. നിങ്ങൾ ചില സന്യാസിമാരോട് സംസാരിച്ചാൽ അത്ഭുതം വരും. ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടത് കഴിഞ്ഞ കുംഭമേളയില് പ്രയാഗ്രാജ്, അതായത് ഉത്തർപ്രദേശിൽ, അവിടെ വന്ന നാഗസന്യാസിമാരിൽ ഒരാളെ എങ്ങനെ ഒരു പത്രക്കാരന് കിട്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്താണ്. അപ്പൊ ഇദ്ദേഹം മഹാരാജ് എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പിയിട്ട് ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്ന സമയത്ത് ആ നാഗസന്യാസി ഇദ്ദേഹത്തിനോട് ഫ്രം വേർ ആർ യു കമ്മിങ്? ഇയാൾ ഇംഗ്ലീഷ് കേട്ടിട്ട് തന്നെ ഞെട്ടിപ്പോയി. ഇയാളുടെ സ്ലാങ് തന്നെ ഫോറിൻ സ്ലാങ് ആണ്. പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ഈ പത്രപ്രവർത്തകരോട് ചോദിക്കുകയാണ്. വൈ യു വാണ്ട് ടു ഇന്റർവ്യൂ മീ, വാട്ട് യു വാണ്ട് ടു നോ, ഈ ഇന്റർവ്യൂ ചെയ്യാൻ പോയ പത്രക്കാരനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ തല മേലോട്ടാ കറങ്ങണത്. ഒരു പിടുത്തില്ല, അത്ര ഒരു എന്താ ഈ തരത്തിൽ. എന്നിട്ട് ഒരു നൂലഴില്ലാതെ നടക്കണണ്ട വല്ല പ്രാകൃതനെ പോലെ. ബോധമില്ലാതെയല്ല ഉടുക്കുന്നത്. അവർക്ക് ആ ശരീരം എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ ശരീരത്തെ പൊതിഞ്ഞ ഒരു വസ്ത്രം മാത്രമാണ്. നമുക്ക് നാണവും നാണക്കേടും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അവർക്കങ്ങനെ ശരീരത്തിൽ അങ്ങനെ ഒരു നാണമുണ്ട് എന്നുള്ളൊരു തോന്നലില്ല. കൊച്ചുകുട്ടികൾക്ക് എങ്ങനെയാ? അപ്രകാരമാണ് അവരുടെ മനസ്സിനെ അവർ പാകപ്പെടുത്തിയിട്ട്. കാരണം മനസ്സിനെ അവർ ശരീരബോധത്തിൽ നിന്നും ശരീരം ബോധത്തിലാണെന്ന തിരിച്ചറിയിലേക്ക് അവർ പോയി. സൂക്ഷ്മ ശരീരത്തിലാണ് സ്ഥൂല ശരീരം എന്നത് ഉറപ്പിച്ചു. അല്ലാതെ നമ്മളെപ്പോലെ ശരീരത്തിലൊരു മനസ്സുണ്ട് എന്നതല്ല. സൂക്ഷ്മ ശരീരത്തിൽ ഒരു സ്ഥൂല ശരീരമുണ്ട്. ആ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ബോധ മനസ്സാണ്. ബുദ്ധിയും മനസ്സും ഞാനെന്ന ഭാവവും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നിറഞ്ഞ ബോധ മനസ്സാണ്. അപ്പൊ അങ്ങനെ അവർ ആ ചിന്തകളെ വികസിപ്പിച്ചെടുത്തവരായതുകൊണ്ട് അവർക്ക് ഈ ശരീരത്തിൽ വസ്ത്രമുണ്ടോ ആഹാരത്തെക്കുറിച്ചൊന്നും അവർ പറയില്ല. എന്നാ വന്നു, കിട്ടിയാ കിട്ടി, പോയാ പോയി, കഴിച്ചാ കഴിച്ചു, കഴിച്ചില്ലെങ്കിൽ ഇല്ല. They don't care. കാരണം അവർ മനസ്സിനെ വികസിപ്പിക്കുന്ന സാധനാനുഷ്ഠാനത്തിൽ മുഴുകിയിരിക്കുന്നവരാണ്. രമണ മഹർഷിയുടെ പുസ്തകങ്ങളൊന്ന് വായിക്കാം. ഉപദേശസാരം. എല്ലാ മത വിഭാഗത്തിൽപ്പെട്ട ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ള തിരുവണ്ണാമലയിലൊക്കെ ഒന്ന് പോവുക, എപ്പോഴെങ്കിലും ഒരു ഭാഗ്യം കിട്ടുകയാണെങ്കിൽ. അല്ലാതെ ഇവിടെ പിടിച്ചിട്ട് ഈ കുക്കൂടിൽ കടന്നിട്ട് ഇതാണ് ഞങ്ങളുടെ മതം, ഇത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു വിശ്വസിച്ചിരിക്കരുത്. ഈ ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ തിരുവണ്ണാമലയിൽ പോവാതിരിക്കരുത്. ഒന്ന് പോയി കാണുക. വെറും ഒരു കൗബീനമെടുത്ത ഒരു ആചാര്യൻ അവിടെ ഉണ്ടായിരുന്നു, രമണ മഹർഷി. അദ്ദേഹം അത്ര ബോധത്തിലാണ് ജീവിച്ചത്.
ഇങ്ങനെ എത്ര എത്ര ആളുകൾ. നിങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ പോയ നിത്യാനന്ദ സ്വാമികളെ കാണാം. വെറും ഒരു കൗപീനത്തിൽ എന്തായിരുന്നു അറിവിന്റെ ഉച്ചകോടിയിലായി. രാമകൃഷ്ണ പരമഹംസർ വെറൊരു കൊച്ചു തോർത്തുമുണ്ട്, അതെന്നെ അഴിഞ്ഞു പോയി ഇടയ്ക്കിടയ്ക്ക്, ഒരു ബോധമില്ലാതെ. ഇങ്ങനെ എത്ര എത്ര ആളുകളെ നിങ്ങൾ കാണിച്ചു തരണം. ഈ കേരളത്തിൽ തന്നെ നിങ്ങൾ യാത്ര ചെയ്യണം. എനിക്ക് എല്ലാ മതവിഭാഗക്കാരോടും പറയാനുള്ളത്, ദയവ് വിചാരിച്ച് അന്ധമായി നിങ്ങളുടെ മതചിന്തയിൽ കുരുങ്ങിക്കിടക്കരുത്. പ്ലീസ്, നിങ്ങൾ യാത്ര ചെയ്യൂ. ഈ ഭാരതത്തിൽ നിങ്ങളൊന്ന് പോയി കണ്ടിട്ടില്ല എങ്കിൽ ഈ ജീവിതം നഷ്ടമാണ് നിങ്ങൾക്ക്. നിങ്ങൾ പല അത്ഭുതം കാണിച്ച സിദ്ധികളുണ്ടായ മഹാത്മാക്കളുടെ ഭൂമിയാണത്. ഒന്ന് വാരാണസിയിലൊക്കെ ഒന്ന് പോവും, കാശിയിൽ പോവും, അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരൂ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് കാണാം അഘോരികളായിട്ടുള്ള ഒരു വസ്ത്രം ഒന്നുമില്ല, അങ്ങനെ ഇരിക്കുകയാണ് ധ്യാനത്തിൽ മണിക്കൂറുകളോളം പരമാനന്ദ നിർവൃതരായിട്ട്. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? 5 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും മനസ്സ് വെപ്രാളപ്പെടുന്ന ആളുകളാണ് ദൈവത്തിന്റെ ആളുകളെന്നും പറഞ്ഞിരിക്കുന്നത്. ദൈവം വിചാരിച്ച അതല്ല മതം. ഉടുക്കുന്നതും ഉണ്ണുന്നതും അല്ല. നിങ്ങൾ തുപ്പിക്കഴിച്ചാലും തുപ്പാതെ കഴിച്ചാലും, നിങ്ങൾ മുഴുവൻ മൂടിയാലും മൂടിയില്ലെങ്കിലും ഇത് വെറും ശരീരമാണ്. ഈ ശരീരം നിൽക്കുന്നത് നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിലാണ്. സൂക്ഷ്മ ശരീരമായ ബോധ മനസ്സിനെ വികസിപ്പിക്കുന്നതാണ് മതം. അതെപ്പോഴും ഓർക്കുക. അല്ലാതെ സ്ഥൂല ശരീരത്തെ പൊതിയുന്നതും ഇതിനെ വീർപ്പിക്കുന്നതും അല്ല മതം. നിങ്ങൾ എന്ത് കഴിച്ചു വീർത്താലും അതൊരു ദിവസം ചത്ത് വെണ്ണീറായി പോകിലും നന്നല്ല ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് ബ്രാഹ്മണോഹം മാട്യോഹം നരേന്ദ്രോഹം വെന്ത് ചത്തു കൃമികൾ ഭുജിച്ചിടും എന്നൊക്കെ കാണാൻ നിങ്ങൾക്ക് രാമായണത്തിൽ എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നു. അനിത്യം അസുഖം ലോകം യമം പ്രാപ്യ മജസ്വമാം ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ ദേഹം എന്ന് പറയുന്നത് ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ചര തഥാ ദേഹാന്തര പ്രാപ്തി ധീരത്തത്ര മുഖ്യതി. ദേഹം ഇരിക്കുന്ന ദേഹിയിലാണ്. 5000 വർഷം മുമ്പ് കൃഷ്ണൻ പറഞ്ഞ പോയിന്റ് ആണ് ഇന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. എനർജിയിലെ മാസ് ഉണ്ടാവുള്ളൂ. കാരണം മാസ് ഈസ് നത്തിങ് ബട്ട് എനർജി ഇൻ ഡിഫറെന്റ് ഫോം. എനർജി ഇല്ലാതെ മാസിനെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. ഇതുപോലെ സൂക്ഷ്മദേഹത്തിലാണ്, ദേഹിയിലാണ്, ബോധ മനസ്സിലാണ് ഈ ശരീരം ഇരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. നിങ്ങൾ ഈ ശരീരത്തെ പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മതം എന്ന് വിളിക്കുന്നതെങ്കിൽ അതൊരു ദൈവത്തോട് കാണിക്കുന്ന നിന്നെയാണ്. ശരീരവും മതവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഉള്ളത് തുറന്നു പറയാം, ഒരു ബന്ധവുമില്ല. സൂക്ഷ്മ ശരീരത്തിന് വേണ്ടിയാണ് മതം. സൂക്ഷ്മ ശരീരമായ മനസ്സിനെ വികസിപ്പിക്കുന്നതാണ് മതം. സൂക്ഷ്മ ശരീരത്തെ പൂർണ്ണ ബോധത്തിലേക്ക് ചേർക്കുന്നതാണ് മതം. അതാണ് ബോധോദയം. ആ ബോധത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ചില സാധന അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ വികസിപ്പിക്കാനാണ് മതം എന്ന് നിങ്ങൾ തലയിൽ ഉറപ്പിക്കുക. അപ്പൊ എന്താണ് മനസ്സ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ യാത്ര ചെയ്യുക. എവിടെയെങ്കിലുമൊക്കെ പോവുക. ഹരിദ്വാറിൽ എവിടെ പോകുന്ന? ഹരിദ്വാർ പോവുക, നിങ്ങളെ വാരാണസി പോവുക, നിങ്ങൾ വൃന്ദാവനം, അവിടെയൊക്കെ പോയി നോക്കൂ. നിങ്ങൾ വെറുതെ പോയി അലഞ്ഞു തിരിഞ്ഞാൽ പോരാ. മഹാത്മാക്കളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക. മഹാത്മാക്കളെ കണ്ടിട്ട് വരിക. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ് നിങ്ങളോട്. ഈ പ്രഭാഷണങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കാണാൻ വേണ്ടിയിട്ട് 3-4 മുസ്ലിം യുവാക്കൾ വന്നു. അവര് വന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോഴേ അവരെ എന്തോ ഒരു ആകർഷണം പോലെ. അപ്പൊ അവര് 3 പേരും എനിക്ക് വളരെ ബഹുമാനം തോന്നി. ഭാരതത്തിലെ പലയിടത്തും സഞ്ചരിച്ച് പല മഹാത്മാക്കളെയും കണ്ടും വളരെ സൂക്ഷ്മ സാധനകൾ ചെയ്യാണ്. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് വളരെ രഹസ്യമായിട്ട്, വളരെ രഹസ്യം, ഞങ്ങളുടെ ഭാര്യമാർക്ക് പോലും അറിയില്ല എന്താ ഞങ്ങൾ ചെയ്യുന്നതെന്ന്. പക്ഷെ ഇപ്പൊ ചിലരൊക്കെ കൺവിൻസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതൊക്കെ പുറത്തു പറയാൻ പേടി. കാരണം ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഈ കഴിക്കുന്നതും ഒക്കെയാണ്, ഉടുക്കുന്നതും ഒക്കെയാണ് മതം എന്നാണ് പാവങ്ങളുടെ തലയിൽ അടിച്ചുറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മനസ്സിനെ വികസിപ്പിക്കാൻ വേണ്ടി ധ്യാനവും പ്രാണായാമവും ജപവും അതിലങ്ങനെ മുഴുകി യാത്ര ചെയ്യുന്ന കുറെ ആളുകൾ. ബഹുമാനം തോന്നിയവരോട്. അപ്പൊ അവർ ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങൾ എൻ്റെ അടുത്ത്, അതിന് ഉത്തരം കണ്ടെത്താനാണ് അവർ വന്നത്. ഞാൻ പറഞ്ഞു,
എൻ്റെ സാധനകൾ ഇതാണ്, എൻ്റെ പരിധിയിലിരുന്ന് എനിക്ക് ഉത്തരം ഇതാണ് പറയാനുള്ളത് എന്നൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. വളരെ സന്തോഷത്തോടുകൂടി അവരെന്നോട് പറഞ്ഞു, എപ്പോഴെങ്കിലും ഹരിദ്വാറിൽ പോകുമ്പോൾ ഞങ്ങളോടൊന്ന് പറയണം, എപ്പോഴെങ്കിലും ഹിമാലയത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം. എനിക്ക് കേരളത്തിലുള്ള മുസ്ലിം യുവാക്കളോടും ക്രിസ്ത്യൻ യുവാക്കളോടൊക്കെ പറയാനുള്ളത്, ദയവ് വിചാരിച്ച് നിങ്ങൾ ഹിമാലയത്തിലൊക്കെ ഒന്ന് പോകൂ, നിങ്ങൾക്ക് മനസ്സിലാവും എന്താ മതമെന്ന്. ഇവിടെ കുരുങ്ങിക്കിടന്ന് നിങ്ങൾ ഈ ഉടുക്കുന്നതും ഉണ്ണുന്നതും എന്തോ അന്ധമായി പ്രാർത്ഥിക്കുന്നതാണ് മതം എന്നൊരിക്കലും നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരില്ല. ഒന്ന് യാത്ര ചെയ്യും, വൃന്ദാവനത്തിലൊക്കെ ഒന്ന് പോവുക, ഒരു 5 ദിവസം 10 ദിവസമൊക്കെ താമസിക്കുക, പല ആശ്രമങ്ങളിൽ പോവുക. അല്ലാതെ വെറുതെ അവിടെ കിടന്ന് ഭക്ഷണം കഴിച്ചിട്ട് വൃന്ദാവനത്തിൽ പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാശിയിൽ പോവുക, വെറുതെ കാശിയിൽ ചുറ്റി കറങ്ങിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കാണാം ഇവിടെ പല ആശ്രമങ്ങളിലും അന്വേഷിച്ചു പോകണം. കാരണം മുട്ടുപിൻ തുറക്കപ്പെടുമെന്ന് ക്രിസ്തു പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, മുസ്ലിം സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും അൻ അൽ ഹക്ക് എന്താണ് അതിന്റെ അർത്ഥം. അൻ അൽ ഹക്ക് ലാ ഇലാഹി ഇല്ലല്ലാ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ പറയുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതല്ല അർത്ഥം, അതിനും അപ്പുറത്ത് സൂക്ഷ്മമായ അർത്ഥങ്ങളുണ്ടെന്ന് സാധന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴാണ് നമുക്ക് കൃഷ്ണൻ പറയുന്ന യോഗ സന്യസ്തകർമാണാം ജ്ഞാന സംഛിന്ന സംശയം, ജ്ഞാനത്താൽ സംഛിന്ന സംശയം, ഒരു സംശയങ്ങളും മനസ്സിലില്ലാതെ ക്ലാരിറ്റി വരിക. നിങ്ങൾക്ക് അള്ളാഹു ആരാണെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആരാണെന്ന് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാണുന്നതെല്ലാം ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. കുറെ ആളുകൾ വെറും ബഹളം വെച്ച് കൂട്ടുകയാണ്, മറ്റുള്ളവരെയും കൂടി താഴ്ത്തുകയാണ്. മതം ഒരിക്കലും താഴ്ത്തുന്നതാവില്ല, മതം ഉയർത്തുന്നതാണ്. പക്ഷെ ഇന്ന് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കൂ നിങ്ങൾ, മതം എന്ന് പറഞ്ഞാൽ തന്നെ ഭയമുണ്ടാക്കുന്നതായി മാറി. കാരണം ഉടുക്കുന്ന വസ്ത്രം, കഴിക്കുന്ന ആഹാരം നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഈ ഹലാലിന്റെ വ്യാഖ്യാനം എന്താവട്ടെ, തുപ്പുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ പ്രചരിപ്പിച്ചാൽ ആർക്കാണ് ഭയം ജനിപ്പിക്കാത്തത്? കാരണം എത്രമാത്രം ഹൈജീനിക്കാണത്, രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ ഈ 10-45 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളിടത്ത് കറുത്ത ഹിജാബ് ധരിച്ചാൽ ആർക്കാണ് സ്കിൻ ഡിസീസ് വരാതിരിക്കുക? ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ സ്കിൻ ഡോക്ടേഴ്സിനെ ചോദിച്ചു. നമ്മുടെ സ്കിന്നിന് കണ്ടിന്യൂസ്ലി ഹീറ്റ് ഇങ്ങനെ കൊടുത്തു, കാരണം കറുപ്പ് ചൂടിനെ അബ്സോർബ് ചെയ്യും, കറുപ്പ് ചൂടിനെ പിടിച്ചു വെക്കും. അതിങ്ങനെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ടിഷ്യൂസ് കേടുവരും. നിങ്ങൾ നോക്കൂ, എന്താ ഇത്രയധികം ആളുകൾ ഹോസ്പിറ്റലായി പോയത്? എനിക്ക് മുസ്ലിം സഹോദരന്മാരോട് ചോദിക്കാനുള്ളതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പോയി നോക്കുക, ഏറ്റവും കൂടുതൽ ആശുപത്രിയിൽ എന്തേ മുസ്ലിം കമ്മ്യൂണിറ്റി ഹിന്ദു മതത്തിനേക്കാൾ മൈനോറിറ്റിയാണ് ഇന്ത്യയിൽ, കേരളത്തിൽ. പക്ഷെ ഹോസ്പിറ്റലിൽ ഒരു മെജോറിറ്റി ചെയ്തെന്തേ? കാരണം കഴിക്കുന്നതെല്ലാം ഉടുക്കുന്നതും ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുമ്പോൾ രോഗം വരും. ഇതാണോ ശരിക്കും മതം? എല്ലാം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ ഇതാണോ മതം? നമ്മൾ ചിന്തിക്കണം. അപ്പൊ മതം എന്നത് മതി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ മതിയല്ല, സംസ്കൃതത്തിലെ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിമതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, മതി അത് ബുദ്ധിയുടെ വാക്കാണ്. അങ്ങനെ ബുദ്ധിയുള്ളവരായി, വിവേകമുള്ളവരായി, സത്യത്തെ അന്വേഷിക്കുന്നവരായി മാറും. ഇന്ന് ഭാരതത്തിൽ നിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ പ്രയാസമില്ല. ഒന്ന് യാത്ര ചെയ്യാൻ തയ്യാറാണ്, ഒന്ന് യാത്ര ചെയ്യാൻ. ഇന്ത്യയിലാണെങ്കിൽ എത്ര ആളുകളാണ്, ഹരിദ്വാറിലൊക്കെ പോയി നോക്കൂ നിങ്ങൾ. ചൈനയിൽ, ഋഷികേശില്, ചൈനയിൽ നിന്നൊക്കെ കണ്ടമാന പിള്ളേരാ വന്ന് ഈ സത്യം അറിയാൻ വേണ്ടി വരുന്നത്. എന്താണ് ഭാരതത്തിന്റെ ആത്മീയ സത്യം? ഭാരതം പഠിപ്പിക്കുന്ന എന്താണ്? ഇത് കണ്ടെത്തുകയാണ് അവർ, ഭാരതത്തിന്റെ ആത്മാവിനെ കണ്ടെത്തുക. ഈ യാത്ര നടത്തിയാൽ നിൽക്കും മനസ്സിലാവും, നിങ്ങൾ പഠിച്ചതല്ല മതം, ഇനി കണ്ടെത്താനുള്ളതാണ്, ഇവിടെ സാക്ഷാത്കരിക്കാനുള്ള, ഇവിടെ അനുഭവിക്കാനുള്ളതാണ് മതം. അതിന് മനസ്സിനെ പാകപ്പെടുത്തിയേ പറ്റുള്ളൂ. അപ്പൊ മനസ്സുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന, മനസ്സുകൊണ്ട് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന, മനസ്സുകൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സത്യം നമ്മളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, നമ്മളിലെല്ലാവരും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു ആ വ്യക്തതയിൽ പറഞ്ഞത്, സ്വർഗരാജ്യം നിന്നിലാകുന്നു. സ്വർഗരാജ്യത്തിന് അന്വേഷിച്ച് പുറത്തു പോകണ്ടാണ്. അപ്പൊ ഈ സ്വർഗരാജ്യം നിന്നിലാകുന്നു പറഞ്ഞാൽ മനസ്സ് സ്വർഗീയമായി മാറണമെങ്കിൽ, സ്വർഗാനുഭവത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ
ആ ട്രാൻസ്പെറൻസി വരണമെന്നുണ്ടെങ്കിൽ സാധന ചെയ്യാതെ പറ്റില്ല. പക്ഷെ സാധന ചെയ്യാൻ ഏത് മതമാണ് പഠിപ്പിക്കുന്നത്? വെറുതെ അന്ധമായി പ്രാർത്ഥിക്കുകയല്ലേ. അപ്പൊ പ്രാർത്ഥനയിൽ നിന്നും വിട്ട് സാധനയിലേക്ക് വരണം. അപ്പോഴാണ് മനോവികാസം സംഭവിക്കുന്നത്. ഇങ്ങനെയൊരു പരിവർത്തനത്തിന് ഈ ഭാരതത്തിലുള്ള സകല ഹിന്ദുക്കളും മുസ്ലിം സമുദായ സഹോദരിമാരും ക്രിസ്ത്യൻ സഹോദരന്മാരും ഒന്ന് തയ്യാറായ സത്യം സാക്ഷാത്കരിക്കാം. സത്യമേവ ജയതേ, സത്യം പരം ധീമഹി, സത്യം പരം സത്യം സത്യസ്യ യോനി നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപത്തി. അപ്പൊ ഈ സത്യസാക്ഷാത്കാരത്തെ നമുക്ക് ഈ ജീവിതത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതിന് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനാണ് മതം. അപ്പൊ മതം എന്ന വാക്ക് കേൾക്കുമ്പോഴൊക്കെ മനസ്സിനെ വികസിപ്പിക്കാനാണ് മതം. മനസ്സ് വികസിച്ചാൽ ബോധം, മനസ്സ് സങ്കുചിതമായാൽ അത് വെറും ശരീരം. അപ്പൊ മനസ്സിനെ നിങ്ങൾക്ക് ശരീരമാക്കാം. അപ്പം നിങ്ങൾക്ക് ഉടുക്കുന്നതും ഉണ്ണുന്നതും കുറെ സ്ത്രീകളിൽ സുഖം കണ്ടെത്തുന്നതും അതൊക്കെയാണ് മതം എന്ന് തെറ്റിദ്ധരിക്കാം. അത് വെറും ശരീരത്തിന്റെ സംതൃപ്തിയാണ്. ആ ശരീരത്തിനെ നിങ്ങൾക്ക് ഒരു ദിവസം മണ്ണിലിട്ട് കളയാം. മനസ്സ് വികസിക്കില്ല. ആ മനസ്സ് വികസിപ്പിക്കുമ്പോഴാണ് ദൈവത്തെ കണ്ടെത്തുക. കാരണം മനസ്സും ദൈവവും ഒരു നാണയത്തിൽ തന്നെ ഇരിക്കുന്ന രണ്ടു വശങ്ങളാണ്. നാണയത്തിന്റെ രണ്ടു വശം എന്ന് പറയുമ്പോൾ ഒരേ നാണയത്തിലാണില്ല. മനസ്സിന്റെ ഒരു വശം ബോധവും മനസ്സിന്റെ മറുവശം ചിന്തകളുമാണ്. ഇപ്പം നാം ചിന്തകളിൽ നിൽക്കുന്നു. നമുക്ക് ആ ബോധതലത്തിലേക്കൊന്ന് വികസിക്കണം. അപ്പോഴാണ് നിങ്ങൾ ദൈവം ശക്തിയാണെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഏകശക്തി, അതാണ് ദൈവം. ഏകശക്തി എന്ന് പറയുന്നത് ഏകബോധം തന്നെയാണ്. ബോധം ഏകം തന്നെയാണ്. ഏകമേവ അദ്വിതീയം. ഇസ്ലാം മതം പറയുന്നതിന് മുമ്പ് ഹിന്ദു സംസ്കൃതിയിലേക്ക് കാണാം ഏകമേവ അദ്വിതീയം. രണ്ടില്ലാത്ത, രണ്ടെന്നൊരു ഭാവമില്ലാത്ത. അപ്പം അതുകൊണ്ട് ആ സത്യത്തെ സാക്ഷാത്കരിക്കാനായിട്ട് കൃഷ്ണൻ നമ്മളെ ആഹ്വാനം ചെയ്യാം.